രാമക്ഷേത്രം ഒരു സത്യമായിട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് ഉയർന്നു വന്നത്. എങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്രയും ശക്തമാവുന്നതിന് മുമ്പ് തന്നെ ഭാരതീയരുടെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ഭാരതീയരുടെ വലിയൊരാവശ്യമായിരുന്നു അത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും പിന്നെ ശിവനുമാണ് എനിക്ക് തോന്നുന്നു, പിന്നെ ദേവിയും ഭാരതത്തിലെ ഏറ്റവും വലിയ ആരാധകരുള്ള ദേവതാ സങ്കല്പങ്ങൾ. കേരളത്തിലെ അയ്യപ്പനും ഗുരുവായൂരപ്പനും ചോറ്റാനിക്കരമ്മയ്ക്കാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരു ദേവത എന്നതിനപ്പുറം രാമന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും റാം റാം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത കേട്ടാലും അവർ രാം റാം എന്ന് പറയും. ഇനി അശുഭകരമായൊരു വാർത്ത കേട്ടാലും തലയിൽ ഇങ്ങനെ തട്ടി ഓഹ് റാം 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 എന്ന് പറയും. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോഴും അവരങ്ങനെ പറയും. എന്തിന്? ശവശരീരങ്ങൾ ശവമഞ്ചത്തിൽ കൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ അവർ റാം നാം സത്യ ഹേ, റാം നാം സത്യ ഹേ, റാം നാം സത്യ ഹേ അങ്ങനെ പറഞ്ഞാൽ പോകും. അപ്പോൾ അതൊരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഒരുപക്ഷെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സത്യത്തിൽ പറഞ്ഞാൽ ശ്രീരാമ ഭക്തന്മാരായി മാറേണ്ടവരാണ് മലയാളികൾ. കാര്യം ഹിന്ദുമതത്തെക്കുറിച്ചുള്ള ഏകബന്ധം അമ്മമാർ ഒരു നിലവിളക്ക് കൊളുത്തി വരാന്തയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ പൂജാമുറി ഇരുന്നുകൊണ്ട് മക്കളെ ചുറ്റുമിരുത്തി രാമ 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 എന്ന് ജപിപ്പിച്ചതാണ്. സത്യത്തിൽ ഈ അമ്മമാർക്കാണ് ഹിന്ദുമതത്തെ കേരളത്തിൽ പിടിച്ച് നിർത്തേണ്ട അവകാശം. അവർക്കാണ് പട്ടും വളയും കൊടുക്കേണ്ടത്, അല്ലാതെ സന്യാസിമാർക്കൊന്നുമല്ല. കാരണം കേരളത്തിലെ സന്യാസിമാർ വളരെ കുറച്ച് ഹിന്ദുമതത്തെ ഹിന്ദുമതമായി കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ ഹിന്ദുമതത്തിൻ്റെ വലിയൊരു ദോഷം അതാണ്. അതായത് അതൊരു മതമാണെന്ന് പറയുവാൻ മനസ്സ് സമ്മതിക്കില്ല. കാരണം മതം മോശമായ ഒരു കാര്യമായതുകൊണ്ടല്ല, പക്ഷേ ഹിന്ദുമതം ഒരു മതത്തെക്കാൾ വലുതാണ്. അതാണ് ജീവനേക്കാൾ വലുതാണ് ആത്മാവെന്ന് പറയും പോലെ. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് ധർമ്മചിന്തയുടെ ഭാഗമാണ്, അത് പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. എന്തിൻ്റെയും ഒരു സാധാരണ ഭാരതീയൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എന്തിനെയൊക്കെ ആദരിക്കണം, എന്തിനെയൊക്കെ തള്ളിക്കളയണം ഒക്കെ പറഞ്ഞു തന്നത് ഹിന്ദുമതമാണ്. അത് ഞാൻ മാത്രം പറയുന്നില്ല, മഹാത്മാഗാന്ധിയും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഹിന്ദുമതത്തിൻ്റെ സംഭാവനയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റു മതങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതും ഈ ഹിന്ദുമതം തന്നെയാണ്. അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ജനാധിപത്യ മനസ്സിൻ്റെ അടിത്തറ അതാണ് ഹിന്ദുമതം. ആൽഡസ് ഹക്സ്ലി ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഹിന്ദു സംസ്കാരമാണ്. അതേ കോൺഗ്രസിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത് പറഞ്ഞു, ഒരു ഹിന്ദു സംസ്കാരം. ഒരുപക്ഷെ കേരളത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. കാര്യം അവർ തനി ഭാരതീയരായിട്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. മറ്റു മതങ്ങളെ ശരിക്കും ബഹുമാനിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. തീവ്രവാദികൾ അത് എല്ലാ മതങ്ങളിലും ഉണ്ടാവുമല്ലോ. ഒരു ശരീരത്തിൽ ക്യാൻസർ വരുന്ന പോലെയാണ് ഒരു നേഷനിൽ, ഒരു ജനതയ്ക്കിടയിൽ തീവ്രവാദികളുണ്ടാവും. അവർ നശിക്കും, ദേശീയതയെ നശിപ്പിക്കും, രാജ്യത്തെ നശിപ്പിക്കും. എല്ലാ തീവ്രവാദികളുടെയും വിധി അതാണ്. ഒരുപക്ഷെ ആ തീവ്രവാദത്തിലൂടെ വളർന്നിട്ട് അവർ വലിയ നേതാക്കന്മാരൊക്കെ ആവും, അവർ സുഖഭോഗങ്ങളിൽ അങ്ങനെ രമിക്കും. പക്ഷേ ലോകർക്ക് വലിയ പ്രയോജനമൊന്നും അവരെ കൊണ്ടില്ല. ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എതിരാളികളെ നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ ഒരു ഐക്കണാണ് ശ്രീരാമൻ. ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വന്നപ്പോൾ, അത് ഇടയ്ക്ക് കാരശ്ശേരി മാഷിൻ്റെയോ ഏതൊരു പ്രസംഗത്തെ ഞാൻ കേട്ടു, അദ്ദേഹം ഭരതനോട് കാട്ടിൽ വെച്ച് കാണുമ്പോൾ ചോദിച്ചതാണ്. അല്ല, അത് തെറ്റാണ്. കാട്ടിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴല്ല ഭരതനോട് ചോദിച്ചത്. ഭരതൻ നന്ദിഗ്രാമത്തിലിരുന്ന് 14 വർഷം രാജ്യഭരണം നടത്തിയ ശേഷം അവസാനം ശ്രീരാമൻ തിരിച്ചെത്തി പുഷ്പവിമാനത്തിലെത്തി ഭരതനെ കാണുമ്പോഴാണ് അത് ചോദ്യം ചോദിക്കുന്നത്. എന്താണ്? രാജ്യഭരണത്തിനിടയിൽ നിൻ്റെ നാട്ടിലെ ചാർവാകന്മാർക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കും.
ഇപ്പോൾ ചാർവാകന്മാർ ഒരിക്കലും ശ്രീരാമനെ അംഗീകരിക്കുന്നവരല്ല, ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്, ആധ്യാത്മികതയിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവരാണ്. അവരും പക്ഷേ മഹർഷിമാരാണ്, അവരെയും ബഹുമാനിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ ആദ്യം ചോദിക്കുന്നത് കൈകേയിയെക്കുറിച്ചാണ്, അമ്മ എങ്ങനെയുണ്ടെന്നാണ്. കൈകേയിയെക്കുറിച്ച്, കൗസല്യയെക്കുറിച്ച്, സുമിത്രയെക്കുറിച്ചുമല്ല. അടുത്ത ചോദ്യം ചാർവാകന്മാർ എങ്ങനെയുണ്ടെന്നാണ്. അതായത് ഭരതൻ്റെ ഭരണം ഒരുപാട് നടന്നു കഴിഞ്ഞു, അപ്പോൾ 14 വർഷത്തെ ഭരണമായി. അപ്പോൾ അദ്ദേഹം ഈശ്വര ചിന്തയെ തന്നെ എതിർക്കുന്ന ചാർവാക മുനിമാരോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ, അവർ നാട്ടിൽ തന്നെ ഉണ്ടോ, അതോ സ്ഥലം വിട്ടോടിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ മതത്തിൽപ്പെട്ട അല്ലാത്ത ഒരു മതവും ഈ ഭൂമിയിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന വർഗീയവാദം, അല്പത്വം, അതൊരിക്കലും ഹിന്ദു മതത്തിൻ്റെ ഉള്ളിലില്ല. അത് തീർച്ചയാണ്. എന്തായാലും നമ്മുടെ ആചാര്യന്മാരുടെ ഉള്ളിലില്ല. പക്ഷേ കേരളത്തിൽ അത് ഹിന്ദുമതം എന്ന് പറയുന്ന രീതിയിൽ മഹർഷിമാർ പറയാറില്ലായിരുന്നു. ഒരുപക്ഷെ ചട്ടമ്പിസ്വാമി മാത്രമായിരിക്കാം അത് വളരെയധികം ശക്തമായിട്ട് സംസാരിച്ചു. ബാക്കി എല്ലാവരും അതിനെ ഒരു സനാതനധർമ്മത്തിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ പോയിന്റിലാണ് കണ്ടിട്ടുള്ളത്. സന്യാസിമാർക്ക് അങ്ങനെ കാണാൻ കഴിയും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ സംഭവിച്ചു വെച്ചാൽ, ഭാരതം തന്നെ ഒരു പക്ഷേ ജാതികളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തലതല്ലി പിരിഞ്ഞു പോകും എന്നൊരു പ്രശ്നമുണ്ടായി. കാരണം ഐഡൻറ്റിറ്റി വേണം, ഏത് രാജ്യത്തിനും ഐഡൻറ്റിറ്റി വേണം. ഒരു ജനതയ്ക്ക് ചേർന്ന് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ, ചേർന്ന് നിൽക്കാൻ ഒരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ അതൊരിക്കലും ഒരു ജനതയാവില്ല, ഒരാൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാരതത്തിനൊരു സെൻറ്റർ വേണമായിരുന്നു. ആ ഭാരതത്തിൻ്റെ ഒരു സെൻറ്ററിൽ ആരായിരിക്കണം അതിൻ്റെ പ്രതീകം എന്ന് ചോദിച്ചാൽ ശ്രീരാമനാണ് എന്തുകൊണ്ട് യോഗ്യൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ ബഹുമാനം വളരെ കൂടുതലാണ്. രാവണനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ദിവസം രാവണൻ ആദ്യമേ തന്നെ പരാജയപ്പെട്ടു പോയി, പൂർണ്ണമായിട്ട് അദ്ദേഹം തോറ്റുപോയി, അദ്ദേഹം തളർന്നുപോയി. അപ്പോൾ ശ്രീരാമനോട് മറ്റുള്ളവർ പറഞ്ഞത് ഇപ്പോഴാണ് അവസരം, രാവണനെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ കൊന്നില്ല. എന്നിട്ട് രാവണനോട് പറഞ്ഞത്, അങ്ങ് രാവണനെ പോലെ അല്ല യുദ്ധം ചെയ്യുന്നത്, സംതിങ് ഇസ് റോങ് വിത്ത് യു, എന്തു പറ്റി എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. അപ്പോൾ രാവണൻ പറയുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ആ ഉറക്കത്തിൻ്റെ ക്ഷീണമാണ് എനിക്ക്. അപ്പോൾ രാമൻ പറയുന്നു, എങ്കിൽ വേണ്ട, നമുക്ക് ഇന്ന് യുദ്ധം വേണ്ട, അങ്ങ് പോയി നന്നായിട്ട് ഉറങ്ങിയ ശേഷം നാളെ രാവിലെ നമുക്ക് യുദ്ധം തുടങ്ങാം എന്ന് അദ്ദേഹം പറഞ്ഞു. രാവണൻ തല കുനിച്ച് വന്ദിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇതാണ് ശ്രീരാമൻ്റെ മാനസികാവസ്ഥ. ഇത് തനി ഭാരതീയ സംസ്കാരത്തിൻ്റെ മാനസിക അവസ്ഥയാണ്. അതിനെ തീർച്ചയായിട്ടും ബഹുമാനിച്ചേ പറ്റൂ. ശ്രീരാമൻ്റെ ഹൃദയം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം ദൈവമായിട്ട് തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചത്. ശ്രീരാമൻ അങ്ങനെയല്ല. സീത നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അദ്ദേഹം വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ എന്ന് സീതയെ. അത്ര എന്താണ്, ടോട്ടലി ഡൗൺ ടു എർത്താണ് ശ്രീരാമൻ. അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ സിദ്ധികളൊക്കെ ദൈവികമാണ്. പക്ഷെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് മനസ്സിലാവും. തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം ശ്രീരാമൻ കരയുന്നു. പകൽ ഇരുട്ടായിട്ട് മാറുന്നു, ഇരുട്ട് പകലായിട്ട് മാറുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് ഗ്രിപ്പ് പോവും, ഈ ഭൂമിയിലുള്ള ഗ്രിപ്പ് പോവും ജീവിതത്തിലുള്ള. അത് ശ്രീരാമൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ അനുഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ ദ്വാരക മുങ്ങി താഴുന്ന ആ അവസരത്തിൽ നോക്കി നിന്നുകൊണ്ട് വളരെ കൂൾ ആൻഡ് ക്വയറ്റായിട്ടാണ് നോക്കി നിൽക്കുന്നത്. അത് നേരത്തെ പറഞ്ഞു, ദ്വാരക മുങ്ങിപ്പോകുന്ന ഒരു സുനാമി വരും, മുങ്ങിപ്പോകുന്ന ഇവരോട് എല്ലാം പറഞ്ഞു. പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവർ അനുഭവിക്കേണ്ടതാണ്, അവരനുഭവിക്കൂ. നിന്നു ഞാനും ഒരു അന്യനെ പോലെ, ആ ഭാവമാണ്, ആ സാക്ഷ്യഭാവമാണ് ശ്രീകൃഷ്ണനിൽ പലപ്പോഴും. പക്ഷേ ശ്രീരാമൻ അങ്ങനെയല്ല. അതുകൊണ്ട് ശ്രീരാമനെ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ശ്രീകൃഷ്ണൻ മനസ്സിലാകുക വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ശ്രീരാമനെ ഐക്കണാക്കിക്കൊണ്ട്, അയോധ്യ ക്ഷേത്രത്തിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഹിന്ദു സംസ്കാരത്തെ പുനരുദ്ധരിക്കുക എന്ന ആ ഒരു വലിയൊരു വിപ്ലവമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതം എടുത്തു നോക്കാം. ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബ്രദർഹുഡാണ്, അല്ലേ? സിസ്റ്റർഹുഡ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ അവരുടെ ബ്രദർഹുഡാണ്. അവർ ഒരുമിച്ച് നിൽക്കും. കച്ചവടത്തിലായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെ നിൽക്കും, പാര വയ്ക്കാതെ നിൽക്കും. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഒരാളൊരു സഹോദരനെ ഗൾഫിൽ കൊണ്ടുപോയാൽ അയാളുടെ ബന്ധത്തിൽപ്പെട്ട എല്ലാവരും കൊണ്ടുപോകും. അവർ ഇദ്ദേഹത്തോട് ഉറച്ചു നിൽക്കുകയും ചെയ്യും. എന്നാൽ എനിക്ക് തോന്നുന്നില്ല മറ്റു മതക്കാർക്ക് ആ ഒരു ബ്രദർഹുഡ് ഉണ്ടാകും. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഓ ഞാനൊരുത്തനെ കൊണ്ടുപോയി അവൻ തന്നെ എനിക്കിട്ട് പാര വെച്ചു കൊടുക്കുക. ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബ്രദർഹുഡാണ്. അത് മറ്റു മതക്കാർക്ക് ഉണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. ഉണ്ടായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരികയായിരിക്കാം. പക്ഷേ എന്തായാലും എവിഡൻ്റായിട്ട് കാണാനില്ല അങ്ങനൊരു ഫീലിംഗ്. അപ്പോൾ അതൊരു നേഷന് ഭയങ്കര ആവശ്യമാണ്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉള്ള ആ ഇന്ത്യക്കാർക്ക് ഐ ആം എൻ ഇന്ത്യൻ എന്ന് ഫീൽ ചെയ്യണം.
ഭാരതീയൻ എന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ മുസ്ലിംസ് വളരെ യുണൈറ്റഡ് ആയതിൻ്റെ ഒരു കാര്യം, അവരെ പല പ്രവൃത്തികളും ഒരുമിച്ച് ഒരുപോലെ ചെയ്യും. ഉദാഹരണത്തിന് അവർ 5 തവണ നിസ്കരിക്കും, അത് കൃത്യസമയത്ത് നിസ്കരിക്കും. ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അവരുടെ വാച്ച് നോക്കിയിട്ട് കൃത്യസമയത്ത് നിസ്കരിക്കണം, ഒരേ ലക്ഷ്യത്തിൽ നോക്കിക്കൊണ്ട് നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 5 ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ക്രിസ്തുമതത്തിന് അങ്ങനെ വ്യക്തമല്ല. അതുകൊണ്ടാണല്ലോ ക്രിസ്തുമതത്തിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാക്ഷൻസ് തമ്മിൽ ശരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം തന്നെ എന്താണ്, ചില പള്ളികളിൽ അങ്ങനെ കുർബാന ഇങ്ങനെ കുർബാന എന്ന് പറഞ്ഞൊരു പ്രശ്നം. എങ്ങനെ കുർബാന ചെയ്താലും ഈശ്വരനല്ലേ, ഇങ്ങനെ തന്നെ കുർബാന ചെയ്യണം എന്ന് പറയാൻ ആർക്കെങ്കിലും ഒരു അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് അവകാശമുണ്ടെന്ന് അവർ പറയും. കാര്യം സഭ ഈശ്വരൻ്റെ ബോഡിയാണ് എന്നവർ ആയിരിക്കാം. പക്ഷേ യേശുവിനെ എൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ മാറിപ്പോകും. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജോമെട്രിക് പാറ്റേൺ ഒരു റിലിജിയനിൽ ഉണ്ടാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ സർക്കിളായിട്ടും ട്രയാങ്കിളായിട്ടും ഹെക്സഗണായിട്ടുമൊക്കെ ലോകത്തെ കാണാനുള്ളൊരു ഒരു 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 വാസന നമുക്കുണ്ട്. നമ്മളൊരു വീട് വെച്ചാൽ തന്നെ അതിനകത്തുള്ള മുറികളൊക്കെ ഒന്നി സ്ക്വയർ, റെക്റ്റാങ്കിൾ അങ്ങനെ ആയിരിക്കില്ലേ. നമ്മൾ വളരെ ജോമെട്രിക്കാണ്. ഈശ്വരൻ ജോമെട്രിക്കല്ല കേട്ടോ. നമ്മുടെ ഈ പ്രകൃതി സൃഷ്ടിച്ചാൽ നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും ഒരു സ്ക്വയർ ഉണ്ടോ? ഈ സൃഷ്ടിയിൽ മുഴുവൻ നോക്കൂ, പർവ്വതങ്ങളിലുണ്ടോ, കടലിലുണ്ടോ, കാടുകളിലുണ്ടോ, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ? പെർഫെക്റ്റ് സർക്കിൾ പോലും ഇല്ല. ഒരു സർക്കിൾ പോലെ നിങ്ങളുടെ ഇടത് കണ്ണും വലത് കണ്ണും എന്തോ വ്യത്യാസം. എന്തിന് ഭൂമി എടുത്ത് നോക്കുക, അതൊരു പെർഫെക്റ്റ് ഗ്ലോബാണോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ദൈവം ഗ്ലോബ് സൃഷ്ടിക്കാത്തത്? കുറച്ചൊരു എളുപ്പമാണ് ഗ്ലോബൊക്കെ ഉണ്ടാവുമായിരുന്നെങ്കിൽ. പെർഫെക്റ്റ് ഗ്ലോബാണ് എർത്തെങ്കിൽ ഭയങ്കര രസമായിരുന്നു. പക്ഷേ അല്ല, ചന്ദ്രനല്ല, നെപ്റ്റ്യൂണല്ല, ജൂപ്പിറ്ററല്ല, ഒന്നുമല്ല. എന്തിന് ഒരു തേങ്ങ എടുത്ത് വെക്കാൻ പെർഫെക്റ്റ് ഗ്ലോബായിട്ട് ഒരിക്കലും കിട്ടില്ല. ആപ്പിൾ എടുത്താൽ പോലും കിട്ടില്ല. ഏതാണ്ട് ഗ്ലോബ് വലിക്കുന്ന ഒന്നാണല്ലോ ആപ്പിൾ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, സൃഷ്ടിയിൽ ഒരിക്കലും ജോമെട്രി ഇല്ല. ഒരു പക്ഷേ നമുക്ക് ആ ഒരു ട്രാൻസ് ജോമെട്രിക് സ്റ്റൈല് ഓഫ് ക്രിയേഷൻ നമുക്ക് അതിനെ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ജോമെട്രിക്കലായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മതം എന്ന് പറയുമ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ടവരൊക്കെ ഇന്ന രീതിയിലുള്ള ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ രാവിലെ 4 മണിക്ക് എണീച്ച് ക്ഷേത്രത്തിൽ പോകുന്നവരാവണം ഹിന്ദുക്കൾ, ദീപാരാധന സമയത്ത് തൊഴുന്നവരാവണം, അവർക്ക് വേദങ്ങൾ പഠിക്കണം, രാമായണം പഠിക്കണം, ഭാരതം പഠിക്കണം, ഇതൊക്കെ ശരി, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു റിലിജ്യൻ ജോമെട്രിക്കായിട്ട് മാറുമ്പോൾ ആ റിലിജ്യൻ ഫനാറ്റിക്കായിട്ട് മാറും, പരസ്പരം വിരോധമായിട്ട് മാറും. അതാണല്ലോ ഈ മുസ്ലിം കൺട്രീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത്. എന്തിനു യുദ്ധം ചെയ്യണം? സുന്നികളും ഷിയാക്കളും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? സത്യത്തിൽ ഒരാവശ്യമില്ല. എത്ര നൂറ്റാണ്ടുകളായിട്ട് ഈ വൈരം, അതുപോലെ മറ്റു മതക്കാരോടുള്ള ദേഷ്യം, യഹൂദന്മാരോടുള്ള ദേഷ്യം, ക്രിസ്ത്യാനികളോടുള്ള ദേഷ്യം. എന്തുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരതത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സിഖുകാരും ജൈനന്മാരും പാഴ്സികളും ഒക്കെ എന്നിട്ട് യഹൂദന്മാരും ജീവിക്കുന്ന പോലെ സന്തോഷത്തോടെ ജീവിച്ചുകൂടാ? എന്തുകൊണ്ട് സഹവർത്തിത്വം എന്നൊരു സാധനം ഇവർക്ക് മനസ്സിലാകുന്നില്ല? അതിൻ്റെ കാരണം റിലിജ്യൻ ഈസ് ജോമെട്രിക്. അതായത് ഒരു ഖര അവസ്ഥയിലാവും. ഖര അവസ്ഥയിൽ പെട്ടെന്ന് പൊട്ടില്ല. നേരെ വെച്ച് ലിക്വിഡ് അവസ്ഥയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ലിക്വിഡ് ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഷേപ്പ് വരും. എന്നാൽ ഒരു ഐസ് കട്ട എടുത്തൊരു പാത്രത്തിനകത്തിട്ടാൽ അത് അടിച്ച് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സ് ഈ ഖര അവസ്ഥയിലായ അല്ലെങ്കിൽ ജോമെട്രിക് ഇതിലേക്ക് പോയാൽ നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. ഹിന്ദുമതത്തിനും അത് വലിയ കഷ്ടമാണ്. എന്നുവെച്ചാൽ വടക്കേ ഇന്ത്യയിലിരുന്ന് ഒരു നേതാവ് അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിലെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ പോറ്റി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം അനുസരിച്ചോണം എന്ന് വരും. മുസ്ലിംസിലെ പാള ഇമാം ഇങ്ങനെ പറഞ്ഞു, ഇന്ന സമയത്താണ് പിറക്കേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ വിലയില്ലേ? അല്ലെ ഈ കോഴിക്കോട് ഇമാം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഹിന്ദുമതത്തിൽ അങ്ങനെയൊന്നുമില്ല. ആചാര്യന്മാരെന്ന് പറയുന്നവരുണ്ട്, പക്ഷേ അവരാരും വഹിക്കുന്നുണ്ടോ? ഇപ്പോൾ പുരി ശങ്കരാചാര്യർ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ ശ്രീരാമ പ്രതിഷ്ഠ ചെയ്യുന്നതിന് അദ്ദേഹം പോകില്ല. അങ്ങനെ പോയില്ലെങ്കിൽ ആർക്കവിടെ? അതൊരു പ്രശ്നമല്ല ഹിന്ദുമതത്തിൽ. ആരും വന്നില്ലെങ്കിലും പ്രശ്നമല്ല. ഹിന്ദുക്കൾക്ക് മുഴുവൻ കൂടെ ഒരു നേതാവ് ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം ഹിന്ദുമതത്തിൻ്റെ രീതി അതാണ്. അത് ആരണ്യത്ത് നിന്ന് വന്നാണ്, കാട്ടിൽ നിന്ന് വന്നതാണ്, മരുഭൂമിയിൽ നിന്ന് വന്നതല്ല. മരുഭൂമിയിൽ വന്നാൽ ജോമെട്രിക്കായിരിക്കും. ആരണ്യങ്ങൾ ഒരിക്കലും പറ്റില്ലല്ലോ. കാട് ആരുടെയും നിയന്ത്രണത്തിലില്ല, അതിൻ്റെ ഷേപ്പും സൈസും ഒന്നും. അപ്പോൾ ഹിന്ദുമതം നാച്ചുറലായിട്ടുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടായൊരു മതമാണത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി ട്രാൻസ് ജോമെട്രിക്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ കാണുന്നൊരു സംഭവമാണ്, ഇപ്പോഴല്ല. നമ്മൾ ഈ ജോമെട്രിക് പാറ്റേണിൽ മൂവ് ചെയ്താൽ, അതായത് ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു മെക്ക പോലെ ആകുന്നു. അപ്പോൾ അങ്ങനെ സ്ലോലി ആവും. മെക്കയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല. അതാണല്ലോ മുസ്ലിം നിങ്ങൾക്ക്.
അതുപോലെ ഹിന്ദുക്കൾ രാമക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും പോയി തൊഴിട്ടില്ലെങ്കിൽ ഹൗ ക്യാൻ ഐ കോൾ എ ഹിന്ദു എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പിന്നെ എന്ത് ഹിന്ദു നിങ്ങൾ എന്ന് ചോദിക്കും അല്ലേ? രാമനാമം ജപിക്കുക എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് കേരളത്തിൽ ഹിന്ദുമതം പിടിച്ചിരുന്നത്. അപ്പോൾ രാമൻ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം ഉള്ള ആൾ തന്നെയാണ്. ഒരുപാട് ധർമ്മചിന്ത ഉള്ള ആളാണ്. അദ്ദേഹവും വസിഷ്ഠനും കൂടെയുള്ള സംഭാഷണമുണ്ട്, യോഗവാസിഷ്ഠം. ആ പുസ്തകം വായിച്ചറിയാൻ രാമൻ എത്ര വലിയ ഇൻ്റലക്ച്വലാണെന്ന്. വെറുമൊരു സാധാരണ രാജാവൊന്നുമല്ല രാമൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് രാമൻ അങ്ങേയറ്റം നമ്മുടെ ഐക്കൺ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ അത് വലിയ ദൂഷ്യം ചെയ്യും. അങ്ങനെ ഒരു സെൻറ്ററില്ലെങ്കിലോ അതും ദൂഷ്യം. ഇപ്പോൾ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വിഷമം മുഴുവൻ അങ്ങനത്തെ സെൻറ്ററില്ലാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ അപകടകാരിയാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. അതാണ് എൻ്റെ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഇൻ റിലീജിയൻ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രാമനെ മനസ്സിലാക്കണം. രാമനെ എതിരാളികളെ പോലും അങ്ങേയറ്റം ബഹുമാനിച്ച വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ രാമനാണെങ്കിൽ മറ്റുള്ള ആർക്കും പേടിക്കേണ്ട ഒരാവശ്യമില്ല. രാമൻ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി ധർമ്മത്തെ വളച്ചൊടിക്കില്ല. അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് രാമനാമത്തിലൂടെ നമുക്ക് കിട്ടണം അല്ലേ? രാമൻ എന്ന് പറയുന്നത് ഇരുട്ടിനെ മാറ്റുന്നവരാണ്. രാമ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ് ശ്രീരാമൻ. പക്ഷേ നമ്മുടെ മനസ്സ് സീതയാണ്. സീത എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് വന്നവളാണ് സീത. അപ്പോൾ ഈ മണ്ണിൽ നിന്ന്, അച്ഛനും അമ്മയിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചതാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും. അതുപോലെ നമ്മുടെ മനസ്സും അച്ഛൻ്റെ അമ്മയിൽ നിന്ന് മനസ്സ് പകുത്തെടുത്തിട്ടുണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ജനിച്ച കന്യകയാണ് മനസ്സെന്നാണ്. ഈ മനസ്സ് ഇപ്പോൾ ലങ്കയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അശോകവനത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ. ഒരു സൈഡിൽ രാവണൻ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. 10 തലയും 20 കൈ കൊണ്ടും പ്രവർത്തിക്കുക, ഭയങ്കര ഒരു ബിസിനസ് മാഗ്നറ്റ് ആവുക, അല്ലെങ്കിൽ വലിയൊരു പണക്കാരനാവുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഭയങ്കര ഡിഗ്രി എടുക്കുക, എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുക. ഇതൊക്കെയാണ് രാവണൻ പറയുന്നത്. നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ല തന്നെയാണ്, മോശമാണെന്ന് പറയില്ല. പക്ഷേ അതിനുവേണ്ടിയാണ് താൻ ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നിടത്താണ് രാവണന് കുഴപ്പം പറ്റും. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഡോക്ടറാവേണ്ടത്, അല്ലാതെ എനിക്ക് ശമ്പളം വാങ്ങിക്കാനല്ല. എനിക്ക് വളരെ സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയല്ല. എനിക്ക് എൻ്റെ മക്കളെ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതല്ല. അതല്ല ലക്ഷ്യം. ഏറ്റവും വലിയ ലക്ഷ്യം എനിക്ക് എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു, എത്ര നന്നായിട്ട് എൻ്റെ പെരുമാറ്റം എത്ര നന്നായിട്ട് ആളുകൾ അംഗീകരിച്ചു, അവിടെയാണ് കിടക്കുന്നൊരു ഡോക്ടർ. അല്ലാതെ അയാൾക്ക് 50 ലക്ഷം രൂപ വിലയുള്ള കാർ ഓടിച്ച് നടക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയല്ല. ഇപ്പോൾ ടാറ്റയെ നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും അധികം ബഹുമാനിക്കുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ രീതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന കംപ്ലീറ്റ് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനത്തിനാണ് കൊടുക്കുന്നത്. അദ്ദേഹം ഇന്നൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ടാറ്റ നന്നായിട്ട് പഠിച്ച് ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ചിട്ട് ജപ്പാനിലേക്ക് പോകുന്ന ഒരു ഷിപ്പിൽ പോകുമ്പോൾ അവിടെ വെച്ചൊരു സന്യാസിയെ കണ്ടുമുട്ടി. എന്നിട്ട് എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. രണ്ടും ഇന്ത്യക്കാരാണല്ലോ. അപ്പോൾ ഈ സന്യാസിയോട് ഇതെല്ലാം ചോദിച്ചിട്ട് സന്യാസി വളരെ സന്തോഷമായി, ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ജപ്പാനിൽ പോയിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ്. കാരണം ജപ്പാൻ ഇപ്പോൾ ഭയങ്കര എക്സ്പാൻഷനിലാണ്. ഇന്ത്യ ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ആ സമയത്ത് ജപ്പാൻ. അപ്പോൾ എനിക്ക് നല്ല സ്കോപ്പ് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്യാസി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഭാരതീയനല്ലേ? ഭാരതത്തിലുണ്ടല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത്? ആ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടെ? എന്തിനാണ് നിങ്ങളുടെ പണം മാത്രം ലക്ഷ്യമായിട്ട് പോകുന്നത്? ഒരുപാട് വിഷമങ്ങൾ കാണും ഭാരതത്തിലെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ. പക്ഷേ നിങ്ങളത് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ ജപ്പാനിൽ പോയി സൂയിക്കല്ല വേണ്ടത്. അതാണ് ഈ ടാറ്റ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ബേസ്. ആ ഉപദേശം അദ്ദേഹം തിരിച്ചു വന്ന് ഇന്ത്യയിൽ തുടങ്ങിയത്. ആ സന്യാസി സ്വാമി വിവേകാനന്ദനായിരുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടാൽ ഇവിടെ പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിലോ നമ്മൾ ഈ ഖരാവസ്ഥയിലെത്തും. അത് ഹിന്ദുമതത്തിന് തന്നെ ഒരുപക്ഷെ വലിയ അപകടമായിത്തീരും, ഒരു യാതൊരു സംശയമില്ല. അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പണവും അല്ല വലുത്, രാവണൻ വിളിക്കുന്നതല്ല വലുത്, പദവിയല്ല വലുത്, ഫോട്ടോഗ്രാഫിൽ പേപ്പറിൽ പടം വരുന്നതല്ല വലുത്, ആ ഫെയിമൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ കുംഭാരൻ വിളിക്കുന്നു എന്താണ്, തമസിൻ്റെ, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും അലസതയുടെയും പിറകെ പോകാൻ. അതുമല്ലാത്ത വിഭീഷണൻ പറയുന്നൊരു കാര്യമുണ്ട് സീതയോട്, എന്തായാലും രാമൻ വരും. ആ രാമൻ ആരാണ്? രാമൻ, ആ രാമൻ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമാണ്. ആ രാമൻ
കടന്നു വരും, സംസാരസാഗരം കടന്നു വന്ന് നമുക്ക് ആ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഈശ്വരനെ സാക്ഷാത്കരിക്കും. അപ്പോഴാണ് സീത രാമനിലേക്ക് പൂർണ്ണമായിട്ട് ചേരും. ഇന്ന് അയോധ്യയിൽ അഭിഷേകം നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആകുന്ന സീത രാമനിൽ ലയിക്കുന്നൊരു സമയമാണ്. അതാണ്, അല്ല നമ്മുടെ അഹങ്കാരത്തിൻ്റെയോ അതൊന്നുമല്ലത്. എത്ര കോടി രൂപ ചിലവാക്കി എന്തുണ്ടാക്കിയാലും കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് അഹങ്കാരം ഉണ്ടാകുന്നതിലൊരു കാര്യമില്ല. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ശ്രീരാമനിൽ പരിപൂർണമായിട്ട് നമ്മൾ സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു രാജാവ്, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പലരും ഇപ്പോൾ ശ്രീരാമനെക്കുറിച്ച് ഈ വേദികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ്. 10 മാസം ഗർഭിണിയായ സ്ത്രീയെ ഉപേക്ഷിച്ചു. 10 മാസമൊന്നുമല്ല, 3-4 മാസമേ ഉള്ളൂ. അത് ഉപേക്ഷിച്ചതേ അല്ല. അത് വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വാൽമീകി രാമായണം വായിക്കില്ല, അഥവാ വായിച്ചാലും മിണ്ടില്ല അതിലെന്താണെന്ന് പറയാം. അതിന് പകരം ആശാൻ്റെ ചിന്താവിഷ്ടയ സീതയിലെ ചിന്തകളെടുത്ത് പറയും. ഭാവം, ആ രാമൻ എന്തു ദുഷ്ടനാണ്. ചിന്താവിഷ്ടയ സീത ഒരു കാവ്യമാണ്. ആരെഴുതിയത്? കുമാരനാശൻ എഴുതിയ കാവ്യം. അതിലെ നായികയാണ് സീത. അപ്പോൾ ആ കവിയുടെ മനസ്സിനകത്ത് നായികയുടെ ചിന്തകളാണ് പറയുന്നത്. അത് രാമായണമായിട്ടൊരു ബന്ധമില്ല. വള്ളത്തോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ്റെ കുറിച്ച് പറയുമ്പോൾ, ശ്രീരാമനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അങ്ങനെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചതല്ല. ശ്രീരാമനും സീതയും കൂടെ അങ്ങേയറ്റം ചർച്ച ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് നാരായണനും ലക്ഷ്മിയും അപ്രത്യക്ഷമാകുമ്പോൾ അപ്പോഴും അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഭൂമിയിലെ ആളുകളുടെ മനസ്സ് നിൽക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പരസ്പരം ആലോചിച്ച് തീരുമാനിച്ച് കളിച്ചൊരു നാടകമാണ്. അത് വ്യക്തമായിട്ട് വാൽമീകി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് രാമനെ ഇങ്ങനെ 10 മാസം തികഞ്ഞ ഗർഭിണിയെ കാട്ടിലയച്ചു എന്നൊക്കെ മണ്ടത്തരം വിളിച്ച് പറയുന്നത്? മണ്ടത്തരമാണെന്നറിയാം. ഈ മഹാപണ്ഡിതന്മാരാണ് ഇത് പറയുന്നത്. അവർക്കറിയില്ലേ വാൽമീകി രാമായണത്തിൽ അങ്ങനെയെല്ലാം അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചതും, ഭദ്രൻ എന്ന് പറയുന്ന ഒരു ഭടൻ അയാൾ വന്നിട്ടൊരു മിമിക്രി കാണിച്ചതും, ആ മിമിക്രി എന്താണെന്ന് രാമൻ ചോദിച്ചതും, അപ്പോഴാണ് ഒരു അലക്കുകാരൻ സീതയിൽ സംശയം പ്രകടിപ്പിച്ചതും. അങ്ങനെയാണല്ലോ കഥ വരുന്നത്. ഇതിനെ ഒരു നല്ല സന്ദർഭമായിട്ട് എടുത്തുകൊണ്ടാണ് രാമൻ സീതയോട് കാട്ടിലേക്ക് പോകാൻ പറയുന്നത്. അത് വാൽമീകിയുടെ ആശ്രമത്തിലാണ് കൊണ്ടുവിടുന്നത്. അല്ലാതെ രാമൻ ഇങ്ങനെ സീത തല വെട്ടിക്കളഞ്ഞ് ചോര കൊണ്ടുവരാമെന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ ഈ വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി, അല്ലാതെ അവരവരുടെ ഇഷ്ടമുള്ള രാമായണത്തെ അടിസ്ഥാനമാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. അതുപോലെ വാൽമീകി രാമായണം എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അത് അഭിഷേകത്തോടെ അവസാനിക്കുന്നു എന്നാണ്. പിന്നെയുള്ള ഉത്തരരാമായണം ശരിക്കും വാൽമീകിയുടെ തന്നെയാണോ എന്നുള്ളത് വളരെ സംശയം ഇപ്പോഴും ഉണ്ട്. അതാണല്ലോ രാമായണം നമ്മുടെ ക്ഷേത്രങ്ങളിൽ വായിക്കുമ്പോൾ പട്ടാഭിഷേകത്തോടെ നിർത്തും. പിന്നെയുള്ള ഉത്തരരാമായണം വായിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഉത്തരരാമായണത്തിന് ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഇല്ല. അതിന് അതുവരെ ഉള്ളൂ. കാരണം ആ പട്ടാഭിഷേക സമയത്ത് രാമനും സീതയും കൂടെ ലയിച്ചു. ഗുരുവാകുന്ന ഹനുമാൻ, ഭരതൻ, ഭരിക്കാനുള്ള കഴിവുള്ള ഭരതൻ, കയ്യയുടെ മകനല്ലേ, അപ്പോൾ ഭരിക്കുമല്ലോ. സുമിത്രയുടെ മകനായ ലക്ഷ്മണൻ, എല്ലാവരെയും മിത്രഭാവത്തിൽ കാണാനുള്ള കഴിവ്, അതാണ് ലക്ഷ്മണൻ. ലക്ഷ്യബോധമുള്ളവൻ. നിങ്ങൾ നല്ല ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ നന്നായിട്ടേ പെരുമാറും. ലക്ഷ്യബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മോശമായിട്ട് പെരുമാറും. അതിനെ ശത്രുതയില്ലാതാക്കുന്ന ശത്രുഘ്നൻ. അവരെല്ലാം ചുറ്റും നിന്നുകൊണ്ട് വിഭീഷണൻ ഭീഷണിയില്ലാത്തവനാണ്. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. സുമന്ത്രർ, നല്ല മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, നല്ല രീതിയിൽ മന്ത്രിക്കുന്ന ആളാണ്. അങ്ങനെ ഹനുമാൻ ഗുരുവിൻ്റെ പ്രതീകമാണ്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പട്ടാഭിഷേകത്തിൽ ശ്രീരാമനോടൊപ്പം നിന്നിട്ട് ആ പട്ടാഭിഷേക രംഗം കണ്ട് മനസ്സ് കുളിർക്കുന്നതാണ് രാമായണത്തിൻ്റെ അവസാനം. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതത്തിലെ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് നയിക്കാൻ പോകും. ശ്രീരാമ പ്രതിഷ്ഠയുടെ മുമ്പുള്ള ഭാരതം, ശ്രീരാമ പ്രതിഷ്ഠയുടെ ശേഷമുള്ള ഭാരതം, ഇങ്ങനെ രണ്ടായിട്ട് ചരിത്രം മാറും. കാരണം ഒറ്റ പോയിന്റിൽ കൊണ്ട് തറക്കുകയാണ് ശ്രീരാമക്ഷേത്രം, ശ്രീരാമൻ, സീത. അപ്പോൾ ഭാരതത്തിലെ ഹിന്ദുക്കളെല്ലാം ഒരു ദിവസമെങ്കിലും അവിടെ പോയി ഒരു പ്രാർത്ഥിച്ചിട്ട് പോകാവൂ എന്നൊരു ഇത് താമസിക്കാതെ വരും. ലക്ഷക്കണക്കിന് ആളുകൾ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകും. അതിൻ്റെ ഒരു പ്രത്യേക, ശബരിമലയിൽ പോകുന്ന പോലെ ഒരു പക്ഷേ നാളെ വ്രതങ്ങൾ പ്രത്യേകതയുണ്ടാവാം, ഡ്രസ്സുകൾ പ്രത്യേകമായിട്ടുണ്ടാവാം. അങ്ങനെ ഓരോ സ്ഥലത്ത്, ഒരൊറ്റ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ മെക്ക എന്ന് പറയുന്ന പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാം മതം വളരെ ശക്തമായി ഒരു വലിയൊരു ബ്രദർഹുഡിലേക്ക് മാറി, അതുപോലെ ഹിന്ദു ബ്രദർഹുഡ് എന്നൊരു കാര്യം ഉണ്ടാവും. അതൊരിക്കലും ഒരു മറ്റു മതത്തിന് എതിരാവാൻ യാതൊരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്നാൽ ശ്രീരാമൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ് മറ്റുള്ളവരെ. അതാണ് ശ്രീരാമൻ്റെ ശക്തി. അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ ധർമ്മം, ആ ചിന്ത, ആ ഏകഭാര്യാവ്രതം,
ധർമ്മചിന്ത, ഇതൊക്കെ അതിഗംഭീരമാണ്. ഒരുപക്ഷെ മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ദേവനും ശ്രീരാമൻ തന്നെയാണ്. അതേ അവസാനത്തെ നിമിഷം റാം 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 എന്ന് പറഞ്ഞതാണ് അദ്ദേഹം മരിച്ചത് പോലും. അപ്പോൾ അദ്ദേഹം കണ്ട രാമരാജ്യം, നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് കൃഷ്ണരാജ്യം എന്ന് പറഞ്ഞില്ല? ശ്രീരാമനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. ഭഗവത്ഗീതയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ട് അതിനകത്തൊരു ലെവൽ വരണമെങ്കിൽ, സ്വന്തം ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നിങ്ങളൊരു തികച്ചും ജീനിയസ് ആയിരിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. അതുപോലെയല്ല രാമായണം വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. വാൽമീകി ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് സബ്ലിമേറ്റ് ചെയ്ത് ഒരത്ഭുത മനുഷ്യനായിട്ട് മാറിയത് എങ്ങനെ, രത്നാകരൻ എന്ന കൊള്ളക്കാരൻ വാൽമീകിയായിട്ട് മാറിയത് എങ്ങനെ, അതാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ രാമായണത്തിലെ എല്ലാ സംഭവങ്ങളും എല്ലാം ആ ഒരു വളർച്ചയുടെ പാതയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ നടക്കുമ്പോൾ ഭാരതത്തിലെ സകല മനുഷ്യർക്കും ഒരു സന്തോഷകരമായൊരു കാര്യമാണത്. കാരണം ഭാരത സംസ്കാരത്തിന് ഇനിയുണ്ടാവും ഒരു കേന്ദ്രബിന്ദു, ഇനിയുണ്ടാവും ഒരു ഡയറക്ഷൻ. അത് ഭാരതത്തിലെ എല്ലാ മതവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ഗ്രേറ്റ് ബ്രദർഹുഡിലേക്ക് നമ്മളെ നയിക്കും. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യവും ലോകത്തെ ഏറ്റവും ഗ്രേറ്റ് രാജ്യവും ലോകത്തിൻ്റെ തന്നെ സ്പിരിച്വൽ ഗുരുവായിട്ട് വളരാൻ ഭാരതീയർക്ക് കഴിയണം. അതിന് കഴിയും. അതിന് വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഈ ശ്രീരാമക്ഷേത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും ഒരു ഫെനാറ്റിസം എന്ന് പറയുന്ന ആ ഒരു ക്യാൻസറിലേക്ക് ഹിന്ദുമതത്തെ കൊണ്ടെത്തിക്കാതെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആധ്യാത്മികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാരതം തീർച്ചയാണ് ആ ലോക ഗുരു എന്നൊരു സ്ഥാനത്തിലേക്ക് തിരിച്ചു വരും. സമ്പന്ന രാജ്യമാകും. ഇവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കും ലോകത്തെ ഏറ്റവും നല്ല ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ മുസ്ലിങ്ങളായിരിക്കും ഏറ്റവും നല്ല മുസ്ലിങ്ങൾ. കാരണം മറ്റ് രാജ്യങ്ങളില്ലാത്ത ഒരു വളക്കൂറ് ഇവിടെയുണ്ട്, പരസ്പരം സ്നേഹിക്കാൻ കഴിവുള്ളൊരു വളക്കൂറ്. അത് മറ്റ് രാജ്യങ്ങളിൽ പലയിടത്തുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി എത്ര വർഷത്തോടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സന്തോഷിക്കാം. ഒരു നല്ല നാളെ ഉണ്ടാവാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അത് നല്ല നാളെ തന്നെ ആയിരിക്കട്ടെ. റാം റാം റാം.